ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സൗദിയിലുള്ള ഒരു സ്ട്രോബെറി തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടിലധികം കണ്ടിട്ടില്ലാത്ത ഒരു വെറൈറ്റി മെത്തേഡിലാണ് ഇവരിത് കൃഷി ചെയ്തേക്കുന്നത്. ദേ അകത്തേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഒരുപാട് സ്ട്രോബെറീസ് ഇങ്ങനെ പഴുത്ത് കിടപ്പുണ്ട് കേട്ടോ. എല്ലാം നല്ല അടിപൊളിയായിട്ട് പഴുത്ത് പാകമായിട്ട് കിടക്കുക. നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് പറിച്ചിട്ട് പോരുകയും ചെയ്യാം. ഇത് ഈ കാണുന്ന പൈപ്പിനുള്ളിലാട്ടോ സ്ട്രോബെറി കൃഷി ചെയ്ത് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പുറത്ത് സ്ട്രോബെറിയുടെ ഫ്രഷ് ജ്യൂസൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ അകത്തോട്ട് കയറുന്ന സമയത്ത് ഇവർ ചെറിയൊരു ബോക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സ്ട്രോബെറീസ് നമുക്ക് തന്നെ പറിച്ചുകൊണ്ട് പോരാം. അപ്പം ഞങ്ങളും ഒരു ചെറിയ ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വിഷ്ണുവേട്ടൻ എന്തേ നമുക്ക് ആവശ്യത്തിനുള്ള സ്ട്രോബെറിയൊക്കെ പറിച്ചെടുക്കുവാണേ. അതുപോലെ തന്നെ എനിക്കും ഒരാഗ്രഹം ഉണ്ടായിരുന്നു കുറച്ച് സ്ട്രോബെറിയൊക്കെ പറിക്കണമെന്ന്. അപ്പം ഞാനും ആഗ്രഹം സഫലമാക്കി. ഞാനും കുറച്ച് സ്ട്രോബെറിയൊക്കെ ദേ പറിച്ചു. നല്ല മധുരമുള്ള സ്ട്രോബെറി ആയിരുന്നേ. സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴത്തേനും പുളിയുള്ള സ്ട്രോബെറി ആണല്ലോ കിട്ടുന്നത്. ഇത് നല്ല മധുരം ഉണ്ടായിരുന്നേ. അങ്ങനെ ദേ ഈ കുഞ്ഞു ബോക്സ് നിറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള സ്ട്രോബെറിയൊക്കെ പറിച്ച് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. ഏകദേശം നമുക്ക് ദേ ഇത്രയും സ്ട്രോബെറി കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ അവിടുത്തെ ബാക്കി കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോന്നു.